ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ CKCT മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് സർ, ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, CKCTയുടെ നേതാക്കളെ, ഇന്നത്തെ ഈ വിഷയം അവതരിപ്പിക്കുന്ന നമ്മളുടെ ചീഫ് ഗസ്റ്റ് ബിനോ സർ, ബിനോ പി ജോസ് സർ, നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ റഷീദ് അഹമ്മദ് സർ, മറ്റു CKCTയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമുക്കറിയാം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾക്കപ്പുറത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങള് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നതിന് CKCT സംസ്ഥാന നേതൃത്വത്തിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചാണ് CKCT മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരം ഒരു പരിപാടിക്ക് രൂപം നൽകിയത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഏകദേശം 20 മിനിറ്റ് പ്രോഗ്രാമും 10 മിനിറ്റ് ഡിസ്കഷനോടെ നടത്തുന്ന ഈ പരിപാടി ഈ മേഖലയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ കോളേജ് അധ്യാപക സമൂഹം ഈ പോളിസി വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനുവേണ്ടി 4 വിവിധ മേഖലകളിൽ പ്രശസ്തരായ അധ്യാപകരാണ് നമ്മളുടെ ടോക്കുകളെ നയിക്കുന്നത്. ആദ്യത്തെ ദിവസം ഒരു ഹിസ്റ്ററി അധ്യാപകനാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അധ്യാപകരാണ്, അവസാനത്തെ ദിവസം പൊളിറ്റിക്കൽ സയൻസിൽ നിന്നുള്ള ഒരു അധ്യാപകനാണ്. അപ്പൊ ഈ പരിപാടിയൊക്കെ നമ്മളുടെ ഈ വൈകുന്നേരങ്ങളിലുള്ള സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാവുന്ന രീതിയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാവരെയും ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോട് CKCT ജില്ലാ കമ്മിറ്റിക്കുള്ള കടപ്പാട് അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം ഏറ്റവും ഒരുപാട് തിരക്കേറിയ ഒരു വ്യക്തിയാണ്. കേരളത്തിലെ ആത്മീയ നേതൃത്വം നൽകുന്ന മുസ്ലിം യൂത്ത് ലീഗ് എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന തങ്ങളെ ഈ പ്രോഗ്രാമിന് കിട്ടിയത് വളരെയധികം ഈ ചടങ്ങിനെ അനുഗ്രഹീതമാക്കി മാറ്റുന്നു. അദ്ദേഹത്തോടുള്ള കടപ്പാട് അറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഔദ്യോഗികതയ്ക്ക് വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ റഷീദ് അഹമ്മദ് സർ, സിൻഡിക്കേറ്റിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ റഷീദ് അഹമ്മദ് സാറിനെ ഏറെ ആദരവോടെയും അഭിമാനത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CKCTയുടെ സംസ്ഥാന നേതാക്കൾ മുഴുവൻ ഈ ചടങ്ങിലുണ്ട്. അവരൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങള് ഈ പരിപാടിയുടെ ഹോസ്റ്റ് ആണ് എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിലാണ് ഞങ്ങള് ഈ ഡയസിൽ ഇരിക്കുന്നത്. അപ്പോ അവരൊക്കെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി പ്യുവർലി അക്കാഡമിക് ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ബിനോ പി ജോസ് സാറ്, അദ്ദേഹം സെന്റ് ഡൊമിനിക് കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മുടെ ക്ലീറ്റസ് സർ കഴിഞ്ഞ CKCTയുടെ ദേശീയ വെബിനാറിന് JNUവിലെ പ്രൊഫസർ ക്ലാസ് എടുത്ത അദ്ദേഹത്തിന്റെ റിസർച്ച് സ്കോളറാണ്. വളരെ അറിയപ്പെട്ട പ്രഭാഷകനാണ്. ചരിത്ര ഗവേഷക വിദ്യാർത്ഥി കൂടിയ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഈ ടോക്ക് സീരീസിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ജില്ലാ കമ്മിറ്റി സഹഭാരവാഹികൾ, അവർ ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യുന്നത് മുതൽ ഈ നിലയിലെത്തുന്നത് വരെ എൻ്റെ കൂടെ വളരെ ശക്തമായിട്ട് നിന്ന എല്ലാവരെയും, അതേപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും മറ്റു CKCTയുടെ എല്ലാ പ്രവർത്തകരെയും മറ്റു അധ്യാപകരും വിദ്യാർത്ഥികളുമായി ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരെയും മറ്റു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ അബ്ദുൽ ഹമീദ് സർ, CKCT ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സർ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയും സമാദരണീയനായ കേരള മുസ്ലിം സമൂഹത്തിന്റെ അനിഷേധ്യ നേതാവും വഴികാട്ടിയുമായ ബഹുമാന്യനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടിയിൽ ഇൻട്രൊഡക്ടറി ടാക്ക് നിർവഹിക്കുവാൻ എത്തിച്ചേർന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ റഷീദ് അഹമ്മദ് സാർ, കീനോട്ട് സ്പീക്കറായ മിസ്റ്റർ ബിനോയ് പി ജോസ് സാർ, CKCയുടെ കരുത്തരായ സംസ്ഥാന നേതാക്കളായ സലാഹുദ്ദീൻ സാർ, ഡോക്ടർ മുഹമ്മദ് നൂറുൽ അമീൻ സാർ, സൈനുൽ ആബിദ് കോട്ട, ഡോക്ടർ അലവി ബിൻ മുഹമ്മദ്, ഡോക്ടർ ഷാഹിന മോൾ, മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, ശ്രോതാക്കളെ, കൊറോണ കൊണ്ട് നട്ടം തിരിയുന്ന, എന്ന് തുറക്കാനാകുമെന്നറിയാത്ത ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം അത് പാസാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ കാതൽ ജനാധിപത്യവും മതേതരത്വവുമായിരുന്നെങ്കിൽ ഓട്ടോണമി അഥവാ സ്വയംഭരണമാണ് പുതിയ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ. വിജ്ഞാനമല്ല, കേവലം തൊഴിൽ നേടി കുറെ ശിപായികളെ സൃഷ്ടിക്കുന്ന, അതുതന്നെ പണമുള്ളവർ നേടിയാൽ മതി എന്നുമുള്ള നയമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഒരു വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ ആബാലവൃദ്ധ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാകണം അത് എന്നത് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ലോക വിദ്യാഭ്യാസ കമ്പോളത്തിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ ഓരോ പഠിതാക്കളെയും അത് പര്യാപ്തമാക്കണം, അത് കരുത്ത് ഉള്ളതാക്കുകയും ചെയ്യണം. ഇന്ത്യയിൽ ഇതുവരെ വന്ന വിദ്യാഭ്യാസ നയങ്ങളെല്ലാം വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അതിന്റെ മികവിന്റെ തെളിവാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മികവ് എന്ന് പറയുന്നത്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത രഹസ്യാത്മകതയും അതുപോലെ ഏകാധിപത്യവുമാണ്. പല ഹിജഡൻ അജണ്ടകളും നടപ്പിലാക്കുന്നതിന് വേണ്ടി പടച്ചുണ്ടാക്കിയ ഈ നയത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ ശരിയായ നിലയിൽ അറിഞ്ഞിരിക്കണം. ഇതിനു വേണ്ടിയാണ് കേരളത്തിലെ പ്രബല കോളേജ് അധ്യാപക സംഘടനയായ CKCTയുടെ മലപ്പുറം ജില്ലാ ഘടകം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രോസ്പെക്ടസ് ചലഞ്ചസ് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളുടെ പുതിയ വിദ്യാഭ്യാസ നയത്തെ അടുത്തറിയുകയും സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുകയും യാഥാർത്ഥ്യമായ ഈ നയത്തെ നമുക്ക് ഉപകാരപ്രദമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് ഈ വെബിനാർ. കൂടുതൽ സമയം കവർന്നെടുക്കുന്നില്ല. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചത് അതിനേറ്റവും അർഹനായ വ്യക്തിത്വത്തെ തന്നെയാണ്. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ സ്വന്തമായ വ്യക്തി മുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തോട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. The most respected, the chairman of this session, Dr. Abdul Hamid, and the keynote speaker, Mr. Binoy P. Jos, and the state leaders like Zainul Abidin Kota, Salahuddin, and other my colleagues, dignitaries, my dear brothers and sisters. First of all, I take this opportunity to congratulate CKCT Malappuram district for taking initiative to organize this webinar on this subject, National Education Policy Perspective and Challenges. Obviously, this subject is widely being discussed these days.
in every sector. We all are anxious and eagerly waiting what will be the result of that. And our duty is to do a study, a deep study on this, especially the college teachers who are very responsible for the future of India will have to analyze and assess how it will influence our society and our nation. So this discussion, I'm very interested because you have made it in 4 days and 4 different perspectives and with different experts. That will really give an outlook in every perspective. And in my view, in every decision or in any policy, there will be a advantage and disadvantage. What I feel at an outset, it's a mixed reaction. Like when we look at the school session and when we look at the higher education system, it is totally different, and the benefit is being deferred. And this policy, it is going to be implemented after a long time. Since 1986, there had been no single amendment or change in educational policy. And after 33 years of span of time, there is a drastic change had occurred in the educational policy. And the main objective, what I try to understand, is to evaluate the ratio in enrollment, both in school and higher education. And the first one, to increase the enrollment ratio in school to 100%. That is a gross enrollment ratio. And to increase the enrollment ratio in higher education to 50%. And since now, till now, there had been only 25 to 26% in the higher education. So the policy is trying to increase the presence of students in every sector, both in school and higher education. In 2030, the government is trying to fulfill the dream to get the ratio of 100%, so that a system will come. There will be 2 crores of students will be able to study in both sectors. So that they are trying to increase the seats in school system and higher education system to 3.5 crores of seats. So in this scenario, only the government cannot play the role.
to fulfill this dream or fulfill this policy, there should be a participation of private players, not only the private and the foreign players. So there is a option, a phase that maybe more than 100 foreign universities may come to India and facilitates for the students to join and to study. So that is, in that case, we have some hope. There are thousands of students are going abroad India. A lot of resource persons, intellectuals, everybody, they are traveling abroad India. And once they go out, they might be settling down and serving different nations, and which will not be beneficial for India. But here, giving an opportunity for students, such students, to grow and maintain them in India will make sure that they can serve India in a better way. And the positive things, like the internationalization of education, the exposure for Indian students to communicate with global students and teachers, and even reputed universities, when they come to India, they have the opportunity to study in different aspects. And now when we look at the primary and school system, we know that, we have the policy from 1 to 12. That is the structure that we have. Now they have made it 5 plus 3 plus 3 plus 4. That means before it was compulsory for every student, compulsory education from 6 to 14 years old. But now they have amended to from 3 years to 18 years, free education, compulsory education. This will somehow may have a good thing for students, but we have both good and bad perspective on this policy. Like when a student becomes 3 years, they must go to the preschool. Then by the time, there's one problem is to have the primary 5 years education only in their own language. It is a very disappointing thing, because to have a language foundation since the childhood, it will help the student to grasp and to maintain the language till the end of their studies. So there is job opportunities that are coming to the candidates through their skills, presentation skills, language skills. So these are the disadvantage that I feel. They were given options only to study this in their own language. And also there is a policy that the teachers must migrate one state to another state. So not only the students, teachers will migrate,
with them, their children also will be there. So if their children is small, then one student from Gujarat, when they travel to Bengal, it is difficult to follow, and they have to study the different language, different mother tongue. So that is the contradiction in this, that what I feel. And it will somehow, you know, in the higher classes like 8, 9, 10, 12, for them, this might benefit, because this is the thing which is being followed in other countries, like foreign countries. This primary education, high school education, it is divided and structured in this various way. And what I feel, when we come to degree course, there is a interesting thing that, you know, in this now the conventional syllabus, the 3 years of degree will allow them to achieve the degree. But once the candidate want to discontinue, he will have to repeat everything and he will be disqualified. He will never get a degree. But here there is given a chance, and it is extended to 3 to 4 years. And once they wish to stop within 1 year, they might be given a certificate, and second year another certificate, and third year another certificate, fourth year a full degree complete certificate, and which can be used for their job. So job oriented candidates, this higher education policy may help. And there is also a good thing that, I mean, in +1, +2, we were having only the option to study once they take the science subjects. If somebody want to do biology, they cannot do maths or political science or social science. But here, a student can choose either subject with the science. They can take politics or history, and that is the different thing which is very interesting, I feel. And also the multidisciplinary system, that is the threat for like Arabic college. So Rashid Ahmad is here. You know, we are teaching only Islamic and Arabic language in Arabic college, and there we have to add other multidisciplinary subjects. And for those kind of colleges and system, this policy is a threat. And also universities, like, you know, there are some Arabic colleges like Darul Huda Islamic University, CIC. When we try to get the affiliation or recognition from government, this will have to study it well, and some kind of amendment may be rendered. That is what I feel. And one more anxious thing, that, you know, culturally there are some areas they're going to omit, and we don't know what is that. So what we fear, that if there is any political agenda, because in this government is into agenda in every sector.
We have seen the Citizenship Amendment Bill, and those lot of bills that have been passed in the Parliament. It all had an agenda. They're going to bring uniform civil law. And when we look at deeply into the cases or the policy, we should be aware there should be maybe culturally or religiously, politically, maybe the history students, they study the history, which is very transparent. And the policy makers can change the history or the contribution of the leaders or the cultural aspect. So that is where we have to be a bit scared and have a fear that this policy might change the idea of India or the beauty of India. So I'm not taking much of your time. Mr. Binoy P. Jose is there to do the presentation, and I'm very glad to participate in this renowned webinar, and I thank the organizers for inviting me, and I declare opened with the verses of Quran. Bismillahir Rahmanir Rahim. Inna fatahna ka fathan mubina. Assalamu alaikum wa rahmatullahi wa barakatuh.